Hi students, this is Faiz here. So, on behalf of CMAsh, ഞാൻ ഒരു അടിപൊളി അനൗൺസ്മെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. CMAsh മിഷൻ 60 എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിഷൻ 60 എന്താണ്, എങ്ങനെയാണ്, ഹൗ ഇറ്റ് വിൽ ബി ബെനിഫിറ്റിംഗ് യു, ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ഒരു ഐഡിയ തരാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മിഷൻ 60 എന്ന് പറയുന്നത് ഒരു 60-day പ്ലാൻ ആണ് വിത്ത് 60 സ്റ്റുഡൻസ് ആൻഡ് ഫോക്കസിംഗ് ഓൺ 60+ മാർക്ക് ഓൺ ഈച്ച് ആൻഡ് എവറി പേപ്പർ ഫോർ സെപ്റ്റംബർ 25 എക്സാമിനേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മിഷൻ 60 എന്ന് പറയുന്ന പ്രോഗ്രാമിന് നമ്മുടെ കൂടെയുള്ള 60 കുട്ടികൾക്കും ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് കമ്പനീസ് ആക്ട് തീർക്കുക, ഒറ്റ ദിവസം കൊണ്ട് തന്നെ കോൺട്രാക്ട് ആക്ട് തീർക്കുക, അങ്ങനത്തെ രീതിയിൽ ഹെക്റ്റിക് ആക്കുന്ന ഒന്നുമില്ല. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ഗൈസ് ടു മാനേജ് ഇറ്റ്. ഓക്കെ, അത്ര ഈസി ആയിരിക്കും നിങ്ങൾക്ക്. അത്ര അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ്. ഞാൻ എല്ലാം ഓവറോൾ ചെക്ക് ചെയ്തായിരുന്നു. അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ്. പിന്നെ വരുന്നതാണ് നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാനിന് ശേഷം യു വിൽ ബി ഓൾസോ ഗെറ്റിംഗ് ബഫർ ഡേയ്സ്. എന്തിനു വേണ്ടിയിട്ട്? ഏതെങ്കിലും ദിവസം നിങ്ങളുടെ എന്തെങ്കിലും പെൻഡിങ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ആ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് മൊത്തം 3 മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് കിട്ടും. അത് ഈച്ച് ആൻഡ് എവറി പേപ്പർ, ഓരോ പേപ്പറിൻ്റെയും 3 മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങളെ കൊണ്ട് ഇരിക്കും. അത് ICAI പാറ്റേണിലായിരിക്കും. അതെന്തിനാ ICAI പാറ്റേണിൽ? നമ്മൾക്ക് അവരുടെ പേപ്പറായിട്ട് ഒരു ഫെമിലിയാരിറ്റി വരാനാണ്. നമുക്ക് ഒട്ടുമിക്ക കുട്ടികളും, അത് എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഞാൻ പഠിക്കുന്ന ടൈമിലെല്ലാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇപ്പോഴും എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിക്കോട്ടെ, അവർക്കും എനിക്കും എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് എക്സാം പ്രാക്ടീസ് കുറവ് കാരണം ചില സമയത്ത് നമുക്ക് എന്ത് പറ്റും? എക്സാം ഹാളിൽ വെച്ചിട്ട് സ്പീഡ് കുറയും. ചിലപ്പം തല വർക്ക് ചെയ്യുക. നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുറേ പേര്, എടാ എക്സാം ഹാളിൽ കയറിയിട്ട് എൻ്റെ തല വർക്ക് ചെയ്യണില്ല, ഇതൊക്കെ എനിക്കറിയായിരുന്നു, പക്ഷെ തല വർക്ക് ചെയ്യണ്ടില്ല. എന്ത് കാരണം? എന്താ? അത് ലാക്ക് ഓഫ് പ്രാക്ടീസ് കാരണമാണ്. സോ വി ഹാവ് ഡിസൈഡഡ് ടു ഗീവ് യു ഗൈസ് 3 മോക്ക് ടെസ്റ്റ് പേപ്പർ. അതിൽ നിന്ന് തന്നെ ഞങ്ങളായിരിക്കും പക്ക ഇവാലുവേഷൻ ചെയ്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് പറയും. അവിടെ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? അവിടെ നിങ്ങൾക്ക് LYM നോട്ട് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അതെന്താ LYM നോട്ട്? ലേൺ യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ എവിടേക്കാണ് മിസ്റ്റേക്ക് വരുത്തിയേക്കുന്നത്, എന്തൊക്കെ മിസ്റ്റേക്കാണ്, എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു സിമ്പിളായിട്ട് പറയാം, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഞാൻ എഴുതി, പക്ഷെ മാർക്ക് വന്നപ്പം അതിലാകെ 4.5 മാർക്കുള്ളൂ. എന്തോ ഒരു മണ്ടത്തരം ചെയ്തിട്ടുണ്ട്. ഈ ഓവർ കോൺഫിഡൻസ് കാരണം പോയതല്ല സംഭവം. നമുക്ക് ആ കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം ഈസിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ പോയി? എന്തെങ്കിലും ഒരു ചെറിയ മൈനർ മിസ്റ്റേക്ക് കാരണമായിരിക്കും പോകണ്ടാവുക. സോ അതെല്ലാം നമ്മൾ കറക്റ്റ് ആക്കിയാൽ ആ 8ൽ 8 തന്നെ നമുക്ക് ഷുവർ ചെയ്യാൻ പറ്റും. സോ അതിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് എന്ത്? LYM നോട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് MTP കൂടാണ്ട് നിങ്ങൾക്ക് റാൻഡം ചാപ്റ്റർ വൈസ് ടെസ്റ്റ് പേപ്പർ, അത് സർപ്രൈസ് ആയിരിക്കും. സർപ്രൈസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ, നാളെ ഒരു റാൻഡം ടെസ്റ്റ് പേപ്പർ നടത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ഞാൻ പറയും, എന്നാൽ തലേ ദിവസം ഞാൻ പറയും, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഞാൻ പറയും, ഇന്ന ദിവസം ഇങ്ങനെ ഒരു റാൻഡം ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പം അത് എങ്ങനെ സർപ്രൈസ് ആവും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പോൾ സപ്പോസ് അക്കൗണ്ട്സിന്റെ വിഷയം നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ 11 ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. സോ ആ 11 ചാപ്റ്റേഴ്സിൽ നിന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയൂല ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്നതെന്ന്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നൊന്നും പറയൂല. ഇറ്റ് വിൽ ബി പക്ക സർപ്രൈസ്. ഓക്കെ, സോ എനിക്കത് 4 and 5 ഇടാം, 4 and 6 ഇടാം, അല്ലെങ്കിൽ 7 and 9 ഇടാം, 10 and 11 ഇടാം. അത് എൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്താ അതിൽ ഗുണം? എന്താ? നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ഓടിച്ച് വിടാൻ നോക്കും, റിവൈസ് ചെയ്യാൻ നോക്കും. നമ്മൾ കണ്ടിന്യൂസ് റിവൈസ് ചെയ്ത് പോകാനുള്ള ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഈസി ആയും കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് LYM നോട്ട് കഴിഞ്ഞു, RT റാൻഡം ചാപ്റ്റർ വൈസ് ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞു, മോക്ക് ടെസ്റ്റ് പേപ്പറിനെ പറ്റി പറഞ്ഞു. ഇനിയുള്ളതാണ് ക്രക്സ് വീഡിയോ. ക്രക്സ് വീഡിയോ എന്താണ്? ക്രക്സ് വീഡിയോ എന്നാ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് എന്തായാലും റിവിഷൻ ചെയ്തിരിക്കണം എന്ന് തോന്നണ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ ലോയിൽ പറയുകയാണെങ്കിൽ കുറച്ച് കേസ് ലോസ് ഉണ്ടാവും. ദാറ്റ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഓൺ POV ഓഫ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, അപ്പം അതെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മെയിൽ ആക്സസിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സസ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സാമിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ എക്സാം പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് വീഡിയോ കാണുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ക്രക്സ് വീഡിയോസ് കാണുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കോംപ്ലക്സ് ടോപ്പിക്സ് നമുക്ക് ആ വീഡിയോ ഫോർമാറ്റിലൂടെ നമ്മുടെ തലയിലുണ്ടാവും. ഓക്കെ, ഈ സാർ അന്നേരം അങ്ങനെയാ പറഞ്ഞത്, സാറ് യൂസ് ചെയ്ത എക്സാമ്പിൾ അതായിരുന്നു. ഓക്കെ, അപ്പൊ അത് നമുക്ക് മറന്നുപോയാലും ആ വീഡിയോയുടെ ഓർമ്മയിൽ നമുക്ക് എന്ത് കിട്ടും? എക്സാം ഹാളിൽ റീകോൾ ചെയ്യാനെല്ലാം പറ്റും.
പിന്നെ നമുക്കുള്ളതാണ് എന്ത്, ലോഡ് ഒരു റൈറ്റിംഗ് ടെസ്റ്റ് നമുക്കുണ്ടാവും. എങ്ങനെ റൈറ്റിംഗ് പ്രാക്ടീസ്, എങ്ങനെ എഴുതണം, എങ്ങനെ എന്തൊക്കെ നോക്കണം, എവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു കേസിലോ കാണുമ്പം അല്ലെങ്കിൽ ഒരു കേസിലോ കാണുമ്പം ഏത് കേസിലോ ആണെന്ന് ഞാൻ എങ്ങനെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നമ്മളെല്ലാം ചെയ്യുമെന്നല്ല ഞാൻ പറയണത്. ഇതിലെല്ലാം നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസ് തരും. എന്നിട്ട് അതേ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ മോക്ക് ടെസ്റ്റ് പേപ്പർ എഴുതാൻ. അതിൻ്റെ കൂടെ തന്നെ റാൻഡം ടെസ്റ്റ് പേപ്പേഴ്സും ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയാണ്, ഇത് ലെക്ചേഴ്സിൻ്റെ ക്ലാസ് അല്ല മിഷൻ 60 എന്ന് പറയുന്നത്. ഇത് പക്ക ഗൈഡൻസ് ആണ് വിത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ആൻഡ് ഓൾസോ വി വിൽ ബി ഹാവിങ് അക്കൗണ്ട്സിനും ലോക്കും വൈവ സെഷൻസ് ഉണ്ടാവും. ലൈക്ക് 60 കുട്ടികളുണ്ട്. ചിലപ്പോൾ ഞാൻ പറയും ശനിയാഴ്ച 10 കുട്ടികളെ ഞാൻ റാൻഡംലി സെലക്ട് ചെയ്യും. എന്നിട്ട് പറയും നിങ്ങൾക്ക് വൈവ ഉണ്ട്, ഞാൻ ഗൂഗിൾ മീറ്റിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, വൈവയിൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളത് പഠിച്ചതേ ചോദിക്കുള്ളൂ, പഠിക്കാത്ത എന്തായാലും ചോദിക്കൂല. ആ വൈവയിലെ ആൻസേഴ്സും പറയേണ്ടി വരും. ഓക്കെ, അത് പറയാണ്ട് നിന്നാൽ നമുക്ക് നോക്കാം, സംതിങ് വിൽ ബി ദ ഓക്കെ. ഇത് എന്താ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞങ്ങൾ എത്തിയിട്ടില്ല, ഇവിടെ എത്തിയിട്ടില്ല, ഓക്കെ കുറച്ചുകൂടെ ഞാൻ ചെയ്യാനുണ്ട്, ഹാർഡ് വർക്ക് ഇടാനുണ്ട്. XCA എക്സാം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അത് ടഫാണോ? ഒരിക്കലും ടഫ് എന്ന് ഞാനും പറയില്ല. അത് തെറ്റാണ്, ടഫ് അല്ല. ശരിക്കും പറഞ്ഞാൽ കോൺസെപ്ച്വലി അത് എന്താണ്, നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ സാധനമാണ്. ബട്ട് വോളിയം നല്ല പോലെ ഉണ്ട്. ഈ വോളിയം നല്ല പോലെ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കത് റിവൈസ് ചെയ്ത് എത്താൻ പറ്റാത്തതുകൊണ്ടാണ്. സോ അതിനെല്ലാമായിട്ട് ഞങ്ങൾ ഒരു അടിപൊളിയായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് DM ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട. ഞാൻ ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചാൽ സാർ എന്താ വിചാരിക്കുക, കുറച്ച് കാണോ അത് കാണോ, ഒരു പ്രശ്നമില്ല. ഞാനും സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയതൊന്നും ആയിരുന്നില്ല. ഇപ്പോഴും അല്ല, നമ്മൾ ഓരോ ദിവസം കഴിയുന്നോറും ഓരോ എന്താ പറയാ പുതിയത് പഠിക്കുകയാണ്. സോ മിസ്റ്റേക്സ് ആബ്സെൻസ് അത് പറഞ്ഞ് നമ്മൾ ചോദിക്കാണ്ട് നിന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂല. സോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് എൻ്റെ PM വരാം, കാര്യങ്ങൾ ചോദിക്കാം, അഡ്രസ്സ് ചെയ്യാം. അതിനെല്ലാം ഞാൻ ആൻസേഴ്സ് തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.